സോ ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ വന്ന മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ പാർട്ട് 3 എന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ്, ഞാൻ അധികം പറഞ്ഞ് താമസിക്കുന്നില്ല, മുന്നോട്ട് കിടക്കാം. അപ്പോൾ ഭയങ്കര മഴയല്ലേ, മഴ തോന്നിട്ട് ഞാൻ വീഡിയോ ബാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് മുന്നോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പരിപാടി എന്താ? മൈനിങ്ങിന് പോകാൻ ഫുഡ് എടുക്കണം. വീട്ടിൽ നിന്ന് വെട്ടിയെടുക്കുവാണ്. നമുക്കിനി എന്തെങ്കിലും ഇച്ചിരി മൈനിങ്ങിന് പോകണം. ചിലപ്പോൾ ഡയമണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ലാവാപ്പൂൾ കണ്ടുപിടിച്ചിട്ട് ഒത്തിരി കൊണ്ടുപോകാം. പിന്നെ പറ്റുമായിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ വലിയ വീഡിയായിരിക്കും. അത്യാവശ്യം ചെറിയൊരു വിഷയമുണ്ട്. ടോർച്ചില്ല, ടോർച്ചില്ലടാ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അവിടെ എന്തെങ്കിലും പോകുന്നില്ലേ? ഞാനെൻ്റെ പിക്കാസിൽ കെട്ടി. ഇതിൻ്റെ ആർമർ ഒന്ന് മാറ്റണം. എൻ്റെ ആർമർ ഫുള്ള് കോപ്പർ ആർമറാണ്. അത് മാറ്റി നമുക്ക് ജസ്റ്റ് അയൺ ആക്കണം. അയൺ ആർമർ ആക്കണം. പക്ഷേ എൻ്റെ അയൺ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയണുണ്ട്, ഏകദേശം 39 അയണുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ആർമറൊക്കെ ജസ്റ്റ് നമുക്ക് മാറ്റാം. ഒരു അയൺ ആർമർ ആക്കാം. എന്നിട്ട് നമുക്ക് നെതറിൽ പോകണം. അത് മാറ്റാം. അതെനിക്ക് അതെന്തെങ്കിലും പോകണം. അത് വേറെ കാര്യം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അയണൊക്കെ മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ലാവാപ്പൂൾ പിടിക്കാൻ പോവാം. പെട്ടെന്ന് നമുക്ക് ലാവാപ്പൂൾ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് തപ്പി തിരഞ്ഞിട്ട് പോവാം. ഫീൽഡിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എങ്ങാനും കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു. ലാവാപ്പൂൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അതിൽ നിന്ന് തന്നെ നെതർപോട്ട് ഉണ്ടാക്കണം. പിന്നെ ഇതുണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തുവാ, ഡയമണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാവാപ്പൂളിനകത്ത് തന്നെ നെതർ ഉണ്ടാക്കി നമുക്ക് അതുവഴി അങ്ങ് പോവാം. എവിടെയൊക്കെ കാണാതിരിക്കുന്നത്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ മൊത്തം കേവാണ്. പക്ഷേ കേവിനകത്ത് മൊത്തം വെള്ളമാണ്. അതാ വരുന്ന പ്രശ്നം. കേവിനകത്ത് ഫുള്ള് വെള്ളമാണ്. അതിൻ്റെയൊക്കെ ഒരു ഇത് വരണം. ഭയങ്കര വിഷയം. കുറച്ച് നേരം കൊണ്ട് തപ്പുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. ഒരു കേവ് ഉണ്ട്, പക്ഷേ എന്നാലും ഒരു പേടി. മൊത്തം വെള്ളം. കേവുണ്ട്, വലിയ കേവ്. അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ചാവോ ഇല്ലയോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ചത്ത് കഴിഞ്ഞാൽ തീർന്നു. ചത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ്കോർ ആ ഒറ്റ ലൈഫേ ഉള്ളൂ. ചത്ത് കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പൊക്കോണം, അത്രേ ഉള്ളൂ. ആ ഒരു ഇതുണ്ട്, ഒരു പേടിയുണ്ട് എനിക്ക്. നമുക്ക് അങ്ങനെ ഒരു കേവ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, പറയാൻ പറ്റും. ഇവിടെ വേണ്ട, നമുക്ക് വേറെ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കും. നാശം ബസ് പോകും, അതിന് പറയുന്നില്ല. ഓക്കെ, നമുക്ക് ഗെയിമിലോട്ട് ശ്രദ്ധിക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, വേണം പണി കിട്ടണം. ഇവിടെ ചെറിയ വിഷയമുണ്ട്. കാറ്റ്, മുടിഞ്ഞ കാറ്റാണ്, അതോ പ്രശ്നം. ഭയങ്കര കാറ്റ് കാരണം ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് ഇടയ്ക്ക് വിട്ട് കേൾക്കും. നിങ്ങളും എൻ്റെ കട ഓപ്പറേറ്റ് അടിച്ച് വിട്ടായിരുന്നു. ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. എങ്ങാനും കിട്ടുവാണെങ്കിൽ ഭാഗ്യം. എടീ, ഞാൻ അവിടെ ഒരുപാട് തപ്പി, പക്ഷേ അവിടെ ഒന്നുമില്ല. അവിടെ നിന്ന് രാത്രിയായി. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് കിടന്നുറങ്ങാതെ നല്ലത്. അങ്ങനെ നാളെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെല്ലാം ചത്തൊടുങ്ങുമല്ലോ. അത് വെച്ചിട്ട് നമുക്ക് അയണൊക്കെ റെഡി. അയണൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതുമില്ല, അയണൊക്കെ മെൽറ്റായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് അയൺ ആർമർ സെറ്റാക്കണം. അയൺ ആർമർ ഇപ്പോൾ പിന്നെ അയണിൻ്റെ ആർമറൊക്കെ സെറ്റാക്കാം. എന്നിട്ട് ഞാൻ ഒരു കേവ് കണ്ടു. നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ഇതുണ്ട്. കേവല്ല, ഒരു ചെറിയ പടി പോലെ വന്നിട്ട് അതിൻ്റെ അടി ഇച്ചിരി വലിയ കേവ്. അതിനകത്ത് ഇറങ്ങിയാലോ ഇറങ്ങണമെന്നുണ്ട് എനിക്ക്. ഞാൻ ഇത് മാക്സിമം ഞാൻ കട്ട് ചെയ്ത് കുറയ്ക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം വലിയ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. വലിയ വീഡിയോ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇത് കുറയ്ക്കും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ബാക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫുൾ ബണ്ടിലോടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. എൻ്റെ വലിയ ഓണമെന്നില്ല, അത് റെഡി. ഫുൾ അയൺ ആർമർ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ ഞാൻ കാണിച്ച കേവ് കാണിച്ചു തരാം. നേരെ ആ കേവിലോട്ട് വിടുക, പൊക്കുക. നമുക്ക് നല്ല സോഡില്ല, അതാ വിഷയം. അതുള്ള അയണില്ലേ നമ്മൾ അയണം വെച്ച് നമുക്കൊരു അയണം വെച്ചൊരു സോഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ വഴി ഒരനുസരിച്ചായി സ്റ്റിക്കിൻ്റെ ഉണ്ടോ ഏകദേശം
ഇതൊക്കെ വെച്ച് കത്തിച്ച് പിടിക്കെടുക്കാം. എനിക്ക് പ്രാന്തായിരിക്കുന്നു. പക്ഷേ ഫുഡില്ല കുഞ്ഞ്. ഫുഡ് വെളിയിലുണ്ട്, എനിക്ക് വെട്ടാൻ വയ്യാതെ. കയ്യിലുള്ള സാധനമൊക്കെ പെട്ടെന്ന് വീഡിയോ മാക്സിമം ചെറുതാക്കാൻ നോക്കാം. അതാ കൈ കിട്ടി സാധനങ്ങളൊക്കെ എടുത്ത് കത്തിക്കുന്നു. രണ്ടായും മതിയോ ഇപ്പം? രണ്ടായാണ് പറ്റും തോന്നുന്നില്ല. എനിക്ക് ഉറപ്പില്ല. സ്റ്റിക്കാണോ വുഡാണോ വേണ്ടത്? ആ കിട്ടി. രണ്ടാണ് ഒരു സ്റ്റിക്ക് വരുന്നത്. സോറി. ഓക്കെ നമുക്ക് നേരെ ഞാൻ പറഞ്ഞ കാണിച്ച കേവിലോട്ട് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് ആ കേവ് ഉണ്ട്. ഇത് ഈ കാണുന്ന കേവാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഇതുവഴി നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും പണി കിട്ടും നമ്മളെ. ഇടയ്ക്ക് രച്ചടച്ച് എന്നുകൊണ്ടൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങോട്ട് നോക്കാണ്. ഇവിടെ എന്തെങ്കിലും കാണാം കൂടുതൽ. ഇതെവിടെ സാധനം കൈ പിടിച്ചെനിക്ക് വല്ലാതെ കാണാം. ടോർച്ച് എടുത്തിട്ടുണ്ട്. ഒരു ടോർച്ച് പോയി ഇവിടെ. ഉയ്യോ തന്നെ കൊണ്ടെന്ന് ആളുടെ സോംബിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോംബിയും വരുന്നുണ്ട്. സൂപ്പർ. വാ കേറുക. സോംബി അടിക്കുന്ന ഗ്യാപ്പിൽ അങ്ങനെ അടിച്ചിട്ട് പിന്നെ തട്ടിയിട്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ നോക്കാം. ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. നൈസായിട്ട് അടുത്തോ വന്നു ഫുൾ ആർമർ. ഇറങ്ങിപ്പോ ആശവേ, ഇറങ്ങിപ്പോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചാവുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. നമുക്ക് തിരിച്ച് പോയാലോ? എക്സ്പി എടുക്കണമല്ലോ. ഇറങ്ങിയാലോ? വേണ്ട ഇവിടെ നിന്ന് ചാവും ഉറപ്പാ. അയ്യോ എങ്ങനെ കയറും? ഇതെങ്ങനെ കയറും? എല്ലാം അടിച്ചു പൊട്ടിച്ച് നമുക്ക് ഇവിടെ വൂള് വെക്കാം. പിന്നെ അടി കിട്ടത്തില്ല. വെക്കാൻ കിട്ടും. ഓക്കെ വെച്ചിട്ടുണ്ട്. വൂള് വെച്ചിട്ടുണ്ട്. ഓക്കെ അതേ ബ്ലോക്കായിട്ട് നിന്നോളും. ഇവിടുന്ന് അമ്പൊക്കെ നമുക്ക് നൈസായിട്ട് കയറി പോകാൻ നോക്കാം. വഴിയില്ല കേസ്. പൊട്ടിപ്പിടിച്ച് കയറണം. ഊഴാണ്ട് അടുത്തത് എന്നെ എത്തിയിട്ട് മൂടും തോന്നാൻ വരും. എൻ്റെ പുക കാണിക്കാൻ തോന്നുമാര്. നൈസായിട്ട് കയറി നോക്കാം. വെക്കുന്നില്ലല്ലോ. കയറങ്ങോട്ട്. ഓക്കെ നമ്മളപ്പോൾ കയറിയിട്ടുണ്ട്. നമുക്ക് ആ കേവ് വേണോന്നുണ്ട്. ഇതുവഴി നമുക്ക് ഇറങ്ങിയാലോ? അല്ല ഇതിൻ്റെ ചുറ്റുപാടത്തപ്പുറം വേറെ വഴി എങ്ങാനുണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് എന്താണ്ട് ഇതുണ്ട്. ഇവിടെയൊക്കെ നോക്കാം. അങ്ങനെ വഴി ഉണ്ടെങ്കിൽ നമ്മൾ നൈസായിട്ട് കയറാം. ചിലപ്പോൾ ഇതിനകത്ത് ലാവാ പൂൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇതിനടിയിലായിട്ട് പോകുമ്പോൾ എങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട്. ഡയമണ്ടൊക്കെ കാണുമായിരിക്കും. അടിയിലോട്ട് വേറെ വഴി ഇവിടെ വേറെ വഴിയുണ്ട്. ഇനിയും തോന്നുന്നു ഇല്ല, വേറെ വഴിയൊന്നും ഇല്ല, കാണുന്നില്ല. ഇത് അതുവഴി പോകുന്നതാണ്. കീഴിലോട്ടങ്ങ് ഇറങ്ങിയാലോ? ചാടട്ടെ. ചാടിയിട്ടുണ്ട്. ഇതിനകത്ത് അധികം ഒന്നും ഇല്ല. കണ്ടോ? ഇതിനകത്ത് ഒത്തിരി ഒന്നും ഇല്ല. വലിയ കേവില്ല. കേവാൻ തോന്നുന്നു. വലിയ കേവാൻ തോന്നുന്നു. കീഴിലോട്ട് കാണുമായിരിക്കും. തിരിച്ച് കയറിപ്പോകാം. കയറിപ്പോയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി തപ്പാം. എങ്ങാനും വല്ല ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ലാവാപ്പൂൾ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. എൻ്റെ ബക്കറ്റും ഉണ്ട്. നൈസായിട്ട് അയ്യോ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമയം പോയതാറ്. വീട്ടിൽ പോകാം കൈസ്. വീട്ടിലോട്ട് പോയി വീട് വിളിച്ച് കട്ട് ചെയ്യാം. വീട്ടിൽ ചെന്ന് കാണിക്കാം. ഗൈസ് നമ്മളടുത്തെത്തി. വീടിൻ്റെ അടുത്തെത്തി ഗൈസ്. വീടിൻ്റെ അടുത്തെത്തി. എക്സ് പി ഒക്കെ കിടക്കുന്നു കേട്ടോ. കുറേ എക്സ് പി ഒക്കെ അല്ല എക്സ് പി ഒക്കെ കിടപ്പുണ്ട്. എക്സ് പി ഓക്കെ വീട്ടിനകത്ത് കയറാം. അവിടെ മൊത്തം ക്രീപ്പറാ. അയ്യോ 2 ക്രീപ്പർ ഇരിക്കുന്നു. വാലങ്ങാടാ. ഇവിടെ കിടക്കാൻ പറ്റുമോ? ഇതല്ലല്ലോ കിടക്കത്തില്ല. നമ്മുടെ അടുത്ത കളി മേളിൽ റൂം പണിഞ്ഞോണ്ടാ. ഭാഗ്യം ഉണ്ടെങ്കിൽ കിടക്കാൻ പറ്റും. കിടക്കാൻ പറ്റിയില്ലേ വലിച്ച്
കിടക്കാൻ പറ്റുമോ? ഓക്കെ, നമ്മളിപ്പോൾ കിടന്നിട്ടുണ്ട്. നമുക്ക് നാളെ രാവിലെ കാണാം. അല്ല സോറി ഗൈസ്, പെട്ടെന്ന് രാവിലെ ആവില്ല. ഓക്കെ ഗൈസ്, നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വലിയ ലാഭപ്പുളങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. അങ്ങോട്ട് പോയേ ഒക്കത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും നെതർ പോകണോ? എനിക്ക് ലാഭപ്പുള മസ്റ്റായിട്ടുണ്ട്. ആഹാ, എല്ലാം രാവിലെ സൗണ്ടും രാവിലെ എല്ലാം കാണാം. നാശങ്ങൾ പകുതി മരത്തിനിടയ്ക്ക് ഒരു സേഫായിട്ട് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, എടാ നമ്മൾ ഈ സൈഡ് നമ്മൾ നോക്കിയില്ലല്ലോ. ഈ സൈഡ് നമ്മൾ നോക്കിയില്ല. ക്രീപ്പറെ ഞാൻ വന്നു. ഓ അങ്ങ് പൊട്ടങ്ങ് പൊട്ടങ്ങോട്ട് അത്രേ ഉള്ളൂ. കുറച്ചങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ സമാധാനം കിട്ടുമല്ലോ. ശല്യത്തിന് പിന്നെ കാണണ്ടല്ലോ. പൊട്ടിക്കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പോകും. അങ്ങ് പോക്കോളൂ. സ്വന്തം ജീവൻ കുരുതി കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ കൊല്ലാൻ നടക്കും പാട്ടി. നമുക്കപ്പോൾ പട്ടിക്കണ്ടല്ലോ. പട്ടിന്ന് പറഞ്ഞു പട്ടി. നമുക്ക് ഇങ്ങോട്ട് പോകാം. എടാ അത് വില്ലേജ് ഇല്ലേ ഇത്? നമ്മളപ്പോൾ മറ്റേ വില്ലേജ് നമ്മൾ കഴിഞ്ഞ പറഞ്ഞിട്ട് കണ്ട കറങ്ങി ചെന്ന വില്ലേജ് അത് തന്നെയാണത്. ആണോ? സവാന തന്നെ ആ വില്ലേജ് തന്നെയാണോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ. പോയി നോക്കാം. ഇത് ഏത് വില്ലേജാ? ഇനി മൈൻക്രാഫ്റ്റിനെ അപ്ഡേറ്റ് ചെയ്ത് ഇനി അങ്ങനെ വന്നേയാണോ? ഇവിടെ നേരത്തെ വന്നേയാണല്ലോ. എൻ്റെ ഈ വില്ലേജ് ഇവിടെ കണ്ടില്ലല്ലോ. എടാ ഇത് വേറെ വില്ലേജാ. കീഴി ഒരു വില്ലേജ് ഉണ്ടോട്ടാണ് അങ്ങ് അറ്റം വരെ പോയിരിക്കുന്നു. എന്തോ പോട്ടാടാ ഞാൻ. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാണ്ടിരിക്കത്തില്ല. വല്ല ഡയമണ്ട് എന്തെങ്കിലും കാണണേ. ബ്രെഡ് കുഴപ്പമില്ല, വെച്ചൊക്കെ തിന്നാതിരിക്കട്ടെ. തിന്നാൻ മസ്റ്റ് ആൾക്കാരനകത്ത് തിന്നാൻ വേണം. മണ്ടയൊന്നുമില്ല. മണ്ടയെല്ലാം പോയി. അല്ല ഇത് വേറെ വില്ലേജ് ഗൈസ്. പക്ഷെ ഇത് ഞാൻ ഇത്രയും നാൾ ഞാൻ ഈ വേൾഡ് കളിച്ചിട്ട് ഈ സ്ഥലം ഈ വില്ലേജ് മാത്രം ഞാൻ കണ്ടില്ലെന്ന്. അതെന്നെ പൊട്ടെത്ര കാണും. ഓക്കെ ഗൈസ്, ഇവിടുന്ന് കാറ്റ നാശം. പിന്നെയും ബ്രെഡ് കിട്ടി. അതിനകത്തൊന്നുമില്ല എം ജി. ഓക്കെ ഗൈസ്, ഓക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അല്ലേ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടൊരു എന്തായിരുന്നു മോത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ഹൊറർ ഗെയിം. അത് അത്യാവശ്യം വലിയ സ്റ്റോറി കേസ്. അതിനത് അത്യാവശ്യം നല്ല പാട്ട് കാണുമായിരിക്കും. അത് കുറേ പാട്ട് ഇടേണ്ടി വരും. അതുപോലത്തെ വലിയ സ്റ്റോറിയാണ് കേസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത്രയും പറയുന്നുള്ളൂ. ലൈക്ക് സബ് അടിക്കാൻ ഞാൻ അങ്ങനെ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. കമൻ്റൊക്കെ ഒന്ന് അടിച്ച് പുള്ളി നിങ്ങൾ അടിച്ചൊന്ന് വിടണം അങ്ങ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ലാവാപ്പൂൾ ഉണ്ടോ നോക്കാം. എങ്ങനെ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു. എങ്ങനെ ലാവാപ്പൂൾ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. കിട്ടിയോ മോനെ? പൊളിച്ച് അവിടുത്തൊരിതായിരുന്നു. ഓക്കെ ഗൈസ്, ഓക്കെ ലാവാപ്പൂള് കിട്ടി. ഓ ലാവാപ്പൂൾ കിട്ടി. ലെറ്റ്സ് ഗോ. ബക്കറ്റ് ഉണ്ട്. നമുക്കിത് മൊത്തം വെള്ളം ഒഴിച്ചു പോയി. ഇനി എന്ത് ചെയ്യും? ഇത് ചെയ്യണ്ടായിരുന്നു. ഇപ്പോഴാണ് ഓർത്ത്. ഞാൻ ഇത്ര നേരം പ്ലാൻ ചെയ്ത് എന്തുവാ ഈ സ്ഥലത്ത് തന്നെ വെച്ച് അടിയൊരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നെതർ പോർട്ടൽ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പരിപാടിയുണ്ടോ? ഈ സ്ഥലം വെച്ച് പറ്റുമോ? മാക്സിമം നോക്കും. ഈ നിരപ്പാക്കാനാണ് നോക്കുന്നത്. നിരപ്പാവുന്നില്ല എന്ന് വെച്ചാൽ കാരണം കുറച്ച് ലാവ ബാക്കി വെച്ചിട്ട് പകുതി ഇങ്ങനെ നിരപ്പാക്കിയിട്ട് അത്യാവശ്യം അടിയിലിങ്ങനെ നെതർ പോർട്ടൽ പണിയുന്നിടത്ത് ഒബ്സിഡിൻ്റെ അടിയിൽ നേരെയല്ലേ ഇരിക്കുന്നത്. അത് ഓട്ടയൊന്നും ഇല്ലെങ്കിൽ ഇതില്ലേ. അടിപൊളി. അപ്പോൾ നമ്മൾ അത് വെച്ച് തിരിച്ചു പോയി. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ അടിയിലിങ്ങനെ കുഴിയൊന്നുമില്ല, നേരെ അത് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഒക്കുന്നില്ല. വലിച്ച് മൊത്തം പോയി. എന്നാ കിഴയാണോ കാണിച്ചത്? ഇത് ഇൻഫിനിറ്റി വാട്ടറിൻ്റെ തൊട്ട് ഇൻഫിനിറ്റി ലാവയാവും. നീ അറിയത്തില്ല, എന്ന് ചോദിച്ചേ. ആണോ? ഓക്കെ, അപ്പം ഞാൻ ഇത് കാണിക്കുന്നില്ല. ഞാൻ റിപ്പോർട്ടിൽ പണി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കാം.
ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ഒബ്സിഡിയൻ്റെ ലാവ നമ്മൾ എടുത്ത് വെക്കാൻ പോണി ഗൈസ്. നമ്മൾ ഇങ്ങനെ നെതർ പോർട്ടൽ പണിഞ്ഞ് ഗൈസ്. നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ഇല്ല നമ്മൾ ഉണ്ടാക്കിയ അത്രേ ഉള്ളൂ. ഇതിന് ബ്ലേക്കിനെ പറ്റിയ സ്ഥലം കണ്ടു. അതാ ലോറി അവിടെ പോയി കഴിഞ്ഞാൽ മറ്റേ പിഗ്ലിൻ്റെ കണ്ണിലെങ്ങനെ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ആർമർ മൊത്തം ആയണം. നമ്മൾക്ക് ഗോൾഡ് പിഗ്ലിനാണോ മറ്റേ അമ്മാരാണോന്ന് അറിയത്തില്ല. ഇതിലങ്ങ് മൂടാൻ ഗൈസ്, അല്ലെങ്കിൽ എൻ്റെ കിഴപ്പ ഞാൻ ചാടിച്ചാടി പോകുന്ന പോക്കിന് ലാഭം അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇത്രയും അടുത്തെത്തിയിട്ട് ചത്തു പോകണമെങ്കിൽ ചൊറിയും. അടുത്തെത്തിയില്ല. പിന്നെ ഇൻഫിനിറ്റി വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ നെതർ പോർട്ടൽ മറ്റേ ഇത് വേണമല്ലോ, ലാസ്റ്റ് അതിനെ പോയി സെറ്റാക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് നമ്മളത് ഒപ്പിക്കാം. ഞാനത് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. മഴ പെയ്ത് അത് തോർന്നപ്പോൾ ഇരുട്ടി രാത്രിയായപ്പോൾ ഞാനിങ്ങനെ ലാവയെ നോക്കിയിട്ട് ലാവയുടെ വെട്ടം കാരണം ഞാൻ പറ്റി രാത്രിയെ കാണത്തില്ലായിരിക്കും. ഈ അതല്ല വൈകിട്ടത്തെ ഒരു ഇതായിരിക്കും. ഞാനിങ്ങനെ അത് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സോംബിയാണ് എന്തുകൊണ്ടോ അടിച്ചു. എൻ്റെ ലൈഫ് പകുതിയും കുറഞ്ഞു. 3 എണ്ണമായി. അവിടെ നിന്ന് വേണ്ടിയിട്ട് ഓടി ഞാൻ പിന്നെ വില്ലേജിൽ പോയി കിടന്നുറങ്ങി. ഞാൻ കുറച്ചുകൂടെ നിൽക്കുമായിരുന്നു, ഞാൻ തീർന്നേനെ. അവിടെ സ്കെലട്ടനും ക്രീപ്പറും ഉള്ള കൂന്ത്രണ്ട എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് എല്ലാം പോയി. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോകുന്നതിനിടയ്ക്ക് അപ്പം മുന്നിലും വന്ന് ഇന്ന് ആവശ്യം പിടിക്കണം. സ്കെലട്ടനെ കണ്ടല്ലോ, അടിച്ച് കൊല്ലണം. നീ ഇതിനോടെ നശിപ്പിക്കണോ? ഭയങ്കര വല്ല ഡാറ്റ കിട്ടുന്നുണ്ട്. സ്കെലട്ടനെ ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല സ്കെലട്ടനും ക്രീപ്പറും. ഈ 2 സാധനത്തിന് എനിക്ക് കയറുക. എന്നുവെച്ചാൽ അവർക്ക് ഒരു ഇതില്ല, ധൈര്യമില്ല. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ കളഞ്ഞിട്ട് സ്വയമേ ആത്മഹത്യ ചെയ്യും. സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണ് മറ്റവനെ കൊല്ലുന്നത്. ഈ സ്കെലട്ടൻ എന്ന് പറഞ്ഞാൽ ദൂരെ നിന്നിട്ട് വീടുക്കളുടെ ദൂരെ നിന്നാ പോകും. തോന്നിവാസമില്ല കാണിക്കുന്നത്. അതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ഗ്രാവല് വേണം. ഗ്രാവലിന് മറ്റേ ഫ്ലിൻറ്റിൽ വേണം. അത് ഞാൻ ഓർത്തില്ല. ചായൻ മാത്രം മതിയായിരിക്കും. അവൻ മാത്രം മതിയോ? ഇങ്ങോട്ടില്ല. പൊട്ടിയെടുക്കാം. ലെതർ പോട്ടി പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ 4 ആയിട്ടുണ്ട്. അയണ് മാത്രം മതിയോ? എനിക്ക് അറിയത്തില്ല, കുറെ നാളെ കളിച്ചിട്ട്. അല്ലടേ, ഗ്രാവലോട് വേണം. ഗ്രാവല് വിട്ട് ഫ്ലിൻറ്റിലൂടെ വേണം. പിന്നെ അതിന് ഫ്ലിൻറ്റ് സ്റ്റീലൊന്നും പേരുണ്ട്. പറഞ്ഞടേ, എല്ലാ സാധനം ഇല്ല. ഓക്കെ ഗൈസ്, നമുക്കിനി വെളിയിൽ പോയി ഗ്രാവല് വെട്ടി അതിനകത്തൊന്ന് ഇത് കണ്ടുപിടിക്കാം. നാശം. ഓക്കെ, നമുക്ക് നമ്മൾ വന്നിട്ടുണ്ട്. കാരണം വെള്ളത്തിനിടയിലൊക്കെ കാണണ്ടേ. ഇത് ഗ്രാവലാണോ? അല്ല, ഇത് ഗ്രാവലാണോ? അല്ല, കേട്ടാരും അറിയണ്ട. അറിയിരുന്നിട്ട് തപ്പി നടക്കും ഗ്രാവല്. ഫ്ലിൻറ്റില് നോക്കാം. കിട്ടിയില്ല. കിട്ടി. ഗൈസ്, നമുക്ക് പോയിട്ട് ഇതുണ്ടാക്കാം. എന്തുവാ, ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, പറയുന്നില്ല, അതെന്നെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാവേ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നിയെന്ന് അറിയത്തില്ല. എനിക്ക് യൂട്യൂബർ മിസ്റ്റർ ബീസ്റ്റിനെ അറിയാം. മിസ്റ്റർ ബീസ്റ്റ് പിന്നെ നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ്. നിങ്ങൾ അവരെ രണ്ടുപേരും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സാമ്പിച്ച് നോക്കി. ഏകദേശം ഒരേ ഒരു ഷേപ്പ് പോലെ തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് പറയണം. സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, വേറെ. ഓക്കെ ഗൈസ്, അവിടെ പെട്ട് എന്തായാലും കഴിക്കാൻ വേണം. കാരണം വീട്ടൊക്കെ വെട്ടിപ്പൊളിച്ച് നമുക്ക് എടുക്കേണ്ടി വരും. എന്തായാലും കഴിക്കാൻ വേണം. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം ഗൈസ്. ബ്രെഡ് ഉണ്ടാക്കണം. ഇത് വെട്ടി വീറ്റാക്കിയിട്ട് പിന്നെ ബ്രെഡ് ആക്കിയിട്ട് സെറ്റാക്കണം. ഇനി ബ്രെഡ് ഉണ്ട്, വീറ്റ് ഉണ്ട്, ബ്രെഡ് ഒന്ന്. ഓക്കെ, ഇനി ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ 12 ബ്രെഡ് കിട്ടിയിട്ടുണ്ട്.
വീറ്റ് എന്ന് പറഞ്ഞ ബ്രെഡ് എന്ന് പറഞ്ഞു. അല്ല സോറി, ബ്രെഡ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് സോറി. ഓക്കെ ഇനി നമുക്ക് നേരെ നെതറിൽ പോകണം. നെതറി ദൈവമേ, ഇവിടെ ലാവയുടെ കീഴിലൊന്നും ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഹാർഡ് വേണ്ട, ഹാർഡ് കോർ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. അങ്ങനെ പറ്റുമായിരുന്നു കളറിന്, അങ്ങനെ കളിക്കാമായിരുന്നു. ഇപ്പം നല്ല സ്ഥലത്തങ്ങനെ വന്ന് ചെന്ന് സ്പോണായാൽ മതിയായിരുന്നു നെതറിൽ. അത് പേട്ട് കുഴിയും അതും ഇതും ഉള്ളിടത്ത് അങ്ങനെ സ്പോണായി കഴിഞ്ഞാൽ തീർന്ന്. അല്ല ഇവ അങ്ങനെ ലാവില്ലേ. ഇപ്പം നെതർ പോർട്ടൽ ഇപ്പോൾ പണിഞ്ഞു, നെതറിൽ ചെന്നു അതിന് ഫ്രണ്ടിൽ ലാവ കാണാതെ അങ്ങ് എടുത്തങ്ങ് ചാടണം. ഉയ്യോ നൂറ് എൻ്റെ അമ്മയെ മൊത്തം അയണാർമറ നൂറ് നോക്കി. ഓക്കെ ഗൈസ് നമ്മൾ ആ വില്ലേജ് വന്നിട്ടുണ്ട്. ഏകദേശം വലിയ വില്ലേജ് കേട്ടോ. ഞാൻ ആ അയൺ കുളത്തിന് അടുത്തോട്ട് വന്നിട്ട് മുമ്പേ ഞാൻ ഇവിടെ വന്ന് കിടന്നപ്പോൾ വലിയ വില്ലേജറിനെ അടിച്ചു. വേണം ചാടി വരുവാണെങ്കിൽ നമ്മളോട്ട് അവനോട്ട് ഉറക്കും നമ്മളെ വീട്ടിൽ. ഇതുവഴിയാ ശരിയാണോ? ഇതായിരുന്നു ഇതുവഴിയായിരുന്നു ആണല്ലോ. ഇത് തന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് പോയിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടോ. ഓക്കെ നമ്മളിപ്പോൾ നെതറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ മലങ്ങളുടെ നെതർ പോർട്ടലാണ്. നമ്മൾ നെതർ പോർട്ടലെത്തി ഗൈസ്. ഓക്കെ ഗൈസ് നമുക്കിപ്പോൾ ഫ്ലിൻഡസ്റ്റിൽ വെച്ച് കത്തിക്കാം. കത്തിച്ച് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. ദൈവമേ നല്ല സ്ഥലമാവണേ. നമ്മളങ്ങനെ നെതറിൽ പോകണം ഗൈസ്. ചത്ത്. ഗൈസ് ഭയങ്കര സൗണ്ടൊന്നും ഇല്ലല്ലോ. വലിയ സൗണ്ടൊന്നും കേൾക്കാവില്ല. ദൈവമേ ലാവയൊന്നും ആവില്ലേ. രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഞാൻ നടന്നു നോക്കാം. എനിക്ക് ലോട്ടറി അടിച്ചു വിട്ടു. നമ്മൾ തപ്പി വരേണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് സ്പോണായി. ആളിയോ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട്? ഉണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് നടന്നു വരും. ഇതോ കറക്റ്റ് അതിനകത്ത് തന്നെ. എൻ്റെ പൊന്നോ നമ്മളെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ നമ്മൾ നെതർ പോർട്ടിൽ പോയിട്ട് ബ്ലേസിനെ കൊല്ലുന്ന ഇതൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ വീഡിയോ ഇനി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് വീഡിയോ, വലിയ വീഡിയോ ആവും, ഭയങ്കര സൈസ് കൂടും വീഡിയോയുടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുവാണെങ്കിൽ അടുത്ത വീഡിയോ വരെ കാണുന്നതിന് വരെ ബൈ.